അപ്പോൾ ഗൈസ് ഞാൻ എങ്ങനെയാണ് ഈ പിക്ചർ ചെയ്തതെന്ന് പറയട്ടെ. അപ്പോഴേക്കും എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. നമ്മൾ പിൻട്രസ്റ്റിൽ പോവുക. നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എസ്തെറ്റിക് വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കാട്ടോ. ഇല്ലെങ്കിൽ എസ്തെറ്റിക് ഞാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. എസ്തെറ്റിക് പ്ലെയിൻ വാൾപേപ്പറിന് നിങ്ങൾക്ക് അടിക്കാം. അപ്പോഴേക്കാണെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ളത് ഇതേക്കൂട്ടൊക്കെയുള്ളൊരു പിക്ചേഴ്സൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ആണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തത് ഈ ഫ്ലവർ ഉള്ളതാണ്. എന്നിട്ട് മറ്റേ 3 ഡോട്ട് ഉള്ളിടത്തില്ലേ അവിടെ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇമേജ് ഡൗൺലോഡ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിലിം ടെംപ്ലേറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ഏതാണോ അത് നിങ്ങളൊന്ന് എടുക്കുക കേട്ടോ ഗൈസ്. അപ്പം എനിക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ 3 ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതാണ് ചെയ്യാനായിട്ട് ഈസി. 3 പിക്ചർ ഇട്ടാൽ പോരാ. എന്നിട്ട് അത് ഡൗൺലോഡ് ഇമേജിൽ ചെയ്താൽ മതി. 3 ഡോട്ടിൽ. എന്നിട്ടാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ കൂട്ട് ഇൻഷോട്ടിൽ പോകുക. എന്നിട്ട് ഫോട്ടോസിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസിലല്ല, ഇതേ കൂട്ട് നമ്മൾ വേണ്ട പിക്ചർ എടുത്തിട്ട് നമ്മൾ കട്ടൗട്ട് ചെയ്താൽ മതി. കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഒരു ബട്ടൺ ഉണ്ട്. ഞാൻ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കട്ടൗട്ട് കണ്ടോ. കട്ടൗട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വരും കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇത് എക്സ്പോർട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻവസിലേക്ക് പോകുക. ക്യാൻവസ് ഇല്ലെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ ഗൈസ്. എന്നിട്ട് മറ്റേ കുരിശുള്ള അതിനകത്ത് കുത്തിയിട്ട് യുവർ സ്റ്റോറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. എന്നിട്ടാണ് നമ്മൾ ഗാലറീസ് കണ്ടില്ല, ഗാലറീസിൽ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ടിലായിട്ടുള്ള പിക്ചർ എടുക്കുക. എന്നിട്ട് അതിൽ ചുമ്മാ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ആഡ് ടു പേജ് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അത് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വൈറ്റ് ഉള്ളതെല്ലായിടത്തും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് ആ ഒരു എക്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ ഗാലറി പോകണം. അപ്പോഴേക്കാണ് ഞാൻ ഒരു മണ്ടത്തരം വിചാരിച്ചത്. ഞാനാണെങ്കിൽ ഇത് കട്ടൗട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ നേരത്തെ വേറൊരെണ്ണം കട്ടൗട്ട് ചെയ്തായിരുന്നു ചെയ്തത്. അത് നമ്മൾ ഓടിപ്പോയിട്ട് ഇൻഷോട്ടിൽ പോയിട്ട് നമ്മൾ ഫോട്ടോസിട്ട് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്ത് മറ്റേ ഇതിനകത്ത് എടുത്തിട്ട് കട്ടൗട്ടിൽ പോയിട്ട് കട്ടൗട്ട് ചെയ്തെടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തു. അപ്പോഴേക്ക് ആഡൊക്കെ ഉണ്ടായിരുന്നു. ആഡെല്ലാം കഴിഞ്ഞ് വീണ്ടും കട്ടൗട്ട് ചെയ്ത് എടുത്ത അതിൻ്റെ ഫിലിം ടെംപ്ലേറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് നേരെ ആക്കണം. നേരെ ഇല്ലെങ്കിൽ കുറച്ച് ചെരിക്കണമെങ്കിൽ ചെരിച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ചും കൂടെ ടെംപ്ലേറ്റ് പിക്ചേഴ്സ് വെക്കാനുള്ളെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും. പക്ഷെ എനിക്കിത് കുറച്ച് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരിയുടെ 3 എണ്ണമുള്ള പിക്ചേഴ്സിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. അപ്പം ഞാൻ ഈ 3 പിക്ചേഴ്സാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാൻ അടവ് 52 എടുത്തിട്ട് അങ്ങനെ കണ്ടല്ലേ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ അതിങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഉദ്ദേശിച്ച അത്രയും വലുതല്ലായിരുന്നു. ബിക്കോസ് എൻ്റെ പിക്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വലുതാണ് അതിനേക്കാളും. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആണത് കുത്തി കയറ്റിയത്. നിങ്ങൾ ഇച്ചിരി കൂടെ കുഞ്ഞ് പിക്ചേഴ്സൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്കൂടെ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഇച്ചിരി വലിയ പിക്ചർ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതിങ്ങനെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിതെല്ലാം ചെയ്യുന്നതിനിടയ്ക്ക് ഒരു മ്യൂസിക് ഇട്ട് തരാം.
നമ്മൾ കുറേ സമയം എടുത്തിട്ട് നമ്മളത് എങ്ങനെയും കുത്തിയെടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫോണ്ട് വേണമെങ്കിൽ ആഡ് യുവർ ബ്രാൻഡ് ഫോൺസിലേക്ക് ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഞാനതിൽ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. നമ്മൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, അപ്പോൾ എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട അവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണോ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യണം, ടൈപ്പ് ചെയ്യുക. ഞാൻ ചെയ്തത് ലൈഫ് ഈസിൻ്റെ ദാറ്റ് ഗ്രേറ്റ് ആസ് യു തിങ്ക്. അത് ഞാൻ ചുമ്മാ ചെയ്താട്ടെ, എനിക്ക് വേറെ ഒന്നും ഐഡിയ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എവിടെയോ കേട്ടിട്ട് ഞാനിതിങ്ങനെ ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളൊരു ടെക്സ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ടൊന്ന് ചുമ്മാ ചെയ്യാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നിങ്ങൾക്ക് കളർ എന്ത് വേണേലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ചൂസ് ചെയ്യുക. ഈ നമ്മൾ ഇട്ടേക്കുന്ന പിക്ചേഴ്സിൻ്റെ കളേഴ്സ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണം ചെയ്യാം, അല്ലാത്ത താഴത്തെ കളേഴ്സ് ഉണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങോട്ടാണോ ഡ്രാഗ് ചെയ്യേണ്ടത് അങ്ങോട്ട് ഡ്രാഗ് ചെയ്യുക. നിങ്ങൾക്കത് കുറച്ച് ചെരിച്ച് അങ്ങനെ വല്ലതും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരം ആകുമെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ ബോറിങ് ഫോട്ടോസൊന്നും ഇനി ഇടേണ്ട ആവശ്യമില്ല. അതിൻ്റെ പൊക്കത്തുള്ള ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് 2 ബട്ടൺ ഉണ്ടാവുക, അതിലേതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഏത് വേണേലും വർക്കാവും കേട്ടോ ഗൈസ്. ആ 2 ബട്ടണിൽ ഏതെങ്കിലും ഉണ്ടാവും, ആരോ പോയിൻ്റ് ചെയ്തേക്കുന്ന 2 ബട്ടണിൽ രണ്ടും വർക്കാകും നമ്മൾ ഡൗൺലോഡിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുവാ ഗൈസ് അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്തുവാ ഇതാട്ടോ ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ലവ് യു, ബൈ.